തിരുവനന്തപുരം വഞ്ചിയൂർ വിഷ്ണു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിന് പിന്നാലെ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു. വിനോദും സുഹൃത്തുക്കളും ഇന്ന് കോൺഗ്രസിൽ അംഗത്വമെടുക്കുമെന്നാണ് വിവരം. അതിന്റെ തുടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണമെന്നറിയില്ല. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിനേഷ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. വഞ്ചൂർ രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദും അതുപോലെ തന്നെ മറ്റു 11 പേരുമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2008 വിഷ്ണു RSSകാരാൽ കൊല ചെയ്യപ്പെടുന്നത്. ഇതേ തുടർന്നാണ് പിന്നീട് ഇത് 10 ലക്ഷം രൂപ വിഷ്ണുവിന്റെ രക്തസാക്ഷി ഫണ്ടിലേക്ക് പിരിക്കുകയും ആ 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് കൊടുത്തിട്ടുള്ളത്. ബാക്കി 5 ലക്ഷം രൂപ ഹോൾഡ് ചെയ്ത് വയ്ക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ വിനോദ് ആരോപിച്ചത്. എന്തായാലും വിനോദും മറ്റുള്ള ആളുകളും ഇതിനെതിരെ നിരന്തരമായി പോരാട്ടം നടത്തുകയും കാരണം രക്തസാക്ഷി ഫണ്ട് മുഴുവനായി കുടുംബത്തിന് ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി പോരാട്ടം നടത്തിയെങ്കിലും ഇതിൽ യാതൊരു തരത്തിലും പാർട്ടി ഇതിന് വഴങ്ങിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ വഞ്ചിയൂർ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രനെ തരംതാഴ്ത്തിയിരുന്നു, ബ്രാഞ്ചിലേക്ക് തരംതാഴ്ത്തിയിരുന്നു. അദ്ദേഹം പാർട്ടി ബ്രാഞ്ചിൽ ഇരിക്കെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ CITUവിന്റെ ജില്ലാ സെക്രട്ടറിയാക്കുന്നത്. ഇതേ തുടർന്നാണ് വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നവരും വിഷ്ണുവിന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും വലിയ നിരാശയിലാവുകയും അവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, അതായത് പാർട്ടി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ന്യൂസ് 18നോട് ഒരാഴ്ച മുമ്പ് 24 ഇത് സംബന്ധിച്ചുള്ള വിവരം അവർ നൽകിയിരുന്നു. ആ സമയത്തും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്തയുടെ പുറകിലായിരുന്നു കുറച്ച് ദിവസങ്ങളായി. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിടുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂടെ 11 ആളുകളും ഈ KPCC ഓഫീസിലെത്തി അംഗത്വം സ്വീകരിക്കും. അതിൽ VD സതീശനായിരിക്കും അവർക്ക് അംഗത്വം നൽകുക. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.